നല്ല മാച്ചായിരുന്നു. നമുക്ക് വൺ സൈഡഡ് എന്ന് പറയാൻ കാരണം സ്വാഭാവികമായും ശ്രീലങ്ക ഒരു മികച്ച എതിരാളിയെ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ 3 മാച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഒരു അല്പം ഫൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷേ ആ ഫൈറ്റൊന്നും കിട്ടിയില്ല. എന്തായാലും നല്ല മാച്ചായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ വനിതാ ക്രിക്കറ്റിന് കാണാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആദ്യമായിട്ടാണൊരു അന്താരാഷ്ട്ര വനിതാ മത്സരം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെ അതെ, അപ്പോൾ ആ മാച്ചിൽ തന്നെ കാണാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അടുത്ത 2 മാച്ചിൽ ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മാച്ചിന് വന്നതാണ്. അപ്പോൾ പക്ഷേ എൻജോയ് ചെയ്തു. വൺ സൈഡ് ആയി ഒരു 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 ത്രില്ലിംഗ് ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഒരുപോലെ ആ കരുത്ത് കാട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എല്ലാ അതായത് ബോളേഴ്സും, അതായത് ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സും ഉണ്ട്, സ്പിൻ ബോളേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പവർ ഹിറ്ററായിട്ടുള്ള ബാറ്ററുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീലങ്കയ്ക്ക് എല്ലാവരും സ്പിന്നാണ് കൂടുതൽ, പേസ് ബോളേഴ്സ് കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒരു 3-4 പേസ് ബോളേഴ്സ് ഉണ്ട്, അതിലും നല്ല ബോളേഴ്സാണ് എല്ലാവരും. അപ്പോൾ ബോളിംഗ് നിരയിലാണെങ്കിൽ രണ്ടുപേരിപ്പോൾ പുതിയതായി ഇന്ന് ടീമിൽ വന്നവരാണ്. രേണുക സിംഗ് താക്കൂറും അതുപോലെ തന്നെ ദീപ്തി ശർമ്മയും. രണ്ടുപേരും ഒരാൾ 4 വിക്കറ്റും ഒരാൾ 3 വിക്കറ്റും എടുത്തു. അപ്പോൾ പുതിയൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നപ്പോൾ അത് മികച്ച റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ പരീക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെയുള്ളൊരു ഒരു ഒരു 5 സീരീസൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ പരീക്ഷണം നടത്തി പുതിയ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അടുത്ത മത്സരങ്ങൾക്കുണ്ടോ ഇവിടെ? ഇല്ല, അടുത്ത മത്സരത്തിൽ ഞാനിവിടെ ട്രിവാൻഡ്രത്തില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നത്.